ഇവിടെയുള്ള മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ടൊന്ന് നിൽക്കാമോ? കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. നമുക്കൊരുമിച്ച് ഇരിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ കരം ഇങ്ങോട്ടൊന്ന് നീട്ടണമേ. സ്വർഗസ്ഥനായ പിതാവേ, കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ജീവിതത്തിൽ കൊടുക്കേണ്ട അടിസ്ഥാനം, കുടുംബത്തിൽ ലഭിക്കേണ്ട അടിസ്ഥാനം, സഭയിൽ ലഭിക്കേണ്ട അടിസ്ഥാനം, അങ്ങനെ വചനത്തിൻ്റെയും പ്രാർത്ഥനയുടെ അടിസ്ഥാനം എല്ലാ രീതിയിലും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് നൽകി അവരെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണം. കർത്താവെ, ഓരോ പ്രയാസത്തിനെയും ബുദ്ധിമുട്ടും മധ്യേ കർത്താവിൽ ആശ്രയിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണട്ടെ. കർത്താവെ സ്തോത്രം. എല്ലാ പ്രയാസത്തിനും മധ്യേ, രോഗത്തിന് മധ്യേ, ദുഃഖത്തിന് മധ്യേ യേശുവിൽ ആശ്രയിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ കാണട്ടെ. കർത്താവെ സ്തോത്രം. ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെയും കുഞ്ഞുങ്ങൾ കാണട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളെ ദൈവകരന് സമർപ്പിച്ച് കർത്താവ് ഒരു സ്കൂളിൽ പോകുമ്പോൾ, അവർ കൂട്ടുകാരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ കവറിടുന്ന പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം അവരെ നിറയ്ക്കണം. കർത്താവെ സ്തോത്രം. അവർ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം കവറിടുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ചിൽഡ്രൻസ് ഡേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ വരുന്ന വർഷം അതൊരു വ്യത്യാസത്തിൻ്റെ വർഷമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു ഞായറാഴ്ച. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു സൺഡേയിലാണ് നമ്മളായിരിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ സന്തോഷം തോന്നിയ കാര്യം, പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി സ്പെഷ്യലി ടൈം എടുത്തത് വലിയ അനുഗ്രഹമാണ്. ഞാൻ വളർന്നു വന്നതെല്ലാം പാഴ്സനേജിലായതുകൊണ്ട് തന്നെ എല്ലാ സമയവും ചർച്ചിൽ എൻ്റെ പപ്പ ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കാനായിട്ട് മുമ്പിലേക്ക് വിളിക്കുമ്പോൾ വളരെ കരഞ്ഞ്, വളരെ ആത്മാർത്ഥതയോടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാനത് ശീലിക്കുകയും അത് ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുഞ്ഞുങ്ങൾ ഇന്ന് അമ്മാമ്മ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ നാളത്തെ വാഗ്ദാനങ്ങളോ ഒന്നുമല്ല, ഇന്നത്തെ സഭയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞ് തന്നെ അങ്ങ് തുടങ്ങാം. കഴിഞ്ഞ 2 വർഷക്കാലമായി അടൂർ ചർച്ചിൽ പ്രത്യേകിച്ച് കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള അവസരം ദൈവം തന്നു. പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ലൈഫിലൊരു ട്രാൻസിഷൻ ടൈമിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ മാസം 30-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് അടൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആകുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ ഞങ്ങൾ എറണാകുളത്തായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും സമയം വളരെ അനുഗ്രഹമായിരുന്നു. എല്ലാവരുടെയും സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ സഭയിൽ ചർച്ചിൽ കടന്നു വരാനായിട്ട് കിട്ടിയ സമയങ്ങളെല്ലാം അതൊത്തിരി സന്തോഷത്തോടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചർച്ചിൽ കടന്നു വരുന്നതിൽ സമയം കണ്ടെത്താനായിട്ട് കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഒരുപാട് കർത്താവ് ബലപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരുപാട് ശക്തീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിലും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലരെല്ലാം ഇവിടെ ഉണ്ട്, ചിലർ പ്രാക്ടീസിനൊക്കെ പോയി. ഇന്നത്തെ കാലഘട്ടം വളരെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമയത്താണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്, ജീവിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് എത്രത്തോളം മനസ്സിലാവും, നമുക്ക് എത്രത്തോളം അറിയും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കോവിഡിന് മുന്നേ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ ഓരോരുത്തരുമാണെങ്കിലും അതിന് ശേഷവും എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. കോവിഡിന് മുന്നേ, കോവിഡിന് ശേഷം. കോവിഡിന് മുന്നേ ഉള്ളതുപോലെയല്ല കോവിഡിന് ശേഷമുള്ള ഈ ഒരു സമയം എന്നുള്ളത്
നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് അതിന് മുന്നേ ഉണ്ടായിരുന്നത്, എന്താണ് അതിന് ശേഷമുള്ള വ്യത്യാസം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കൂടെ ഞാൻ ഈ സമയം എടുക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചും കൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ദൈവമാകുന്ന വെളിച്ചം, ലൈറ്റ്സ് ഇൻ എ ഡാർക്ക് വേൾഡ്. വെളിച്ചത്തിൻ്റെ ആവശ്യം എപ്പോഴാണ്? സത്യത്തിൽ വെളിച്ചം എപ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഇരുട്ടുള്ളപ്പോഴാണ് വെളിച്ചം ആവശ്യമായിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒരു സ്ലൈഡ് ഷോയിൽ കൂടെ ഉണ്ട്, അതിൽ ഞാനത് കാണിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ അന്ധകാരം പിടിച്ച ലോകത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമേ, നമ്മൾ ഓരോരുത്തരും ഈ അന്ധകാരം പിടിച്ച ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ അന്ധകാരം പിടിച്ച ലോകത്തിൽ ദൈവമില്ല എന്ന് പറയുന്ന, ദൈവമില്ലാതിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവമുള്ള കുഞ്ഞുങ്ങളായി, ദൈവമുള്ള ഫാമിലിയായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലൈറ്റ്സ് ഇൻ എ ഡാർക്ക് വേൾഡ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1:27 തൊട്ട് 29 വരെയുള്ള വാക്യം നമ്മൾ കാണുമ്പോൾ ഫാമിലിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇന്ന് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്, ഫാമിലിയെക്കുറിച്ചും പാരൻസിനെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 1:27 തൊട്ട് 29 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിലൂടെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ ലോകത്തിന് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം വിവാഹത്തെ കണ്ടിരിക്കുന്നതും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും. അതുപോലെ തന്നെ എത്രത്തോളം മഹത്തരമായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് പാരൻറ്റിങ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഓസം റെസ്പോൺസിബിലിറ്റിയാണ് കപ്പിൾസിനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വിവിധമായിട്ടുള്ള എക്സാമ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഓസം റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറയുമ്പം എൻ്റെ കുഞ്ഞിന് 2 വയസ്സായി. നിങ്ങൾക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ കുസൃതി കാണിച്ച് ഓടി നടക്കുന്ന ഒരു കുഞ്ഞിവിടെ ഉണ്ട്. അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞ ഒക്ടോബർ മാസം 18-ാം തീയതി ആകാനായിട്ടിടയായി. ഞാൻ കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു അപ്പനാവാൻ അല്ലെങ്കിൽ അപ്പനാവണമെന്നില്ല. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഏകദേശം 1 വർഷത്തോളം ഇതെന്താ സംഭവിച്ചത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ 1 വർഷം വരെ എന്താ ശരിക്കും സംഭവിച്ചത്, മുന്നോട്ടിനി എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു കുഞ്ഞുണ്ടായ സമയത്ത്. വലിയ ആഹ്ലാദവും സന്തോഷമൊക്കെയാണ് കുഞ്ഞുണ്ടായി എന്നൊക്കെ ഉള്ളതെങ്കിലും ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നത് ഓരോ സാഹചര്യങ്ങൾ, ഓരോ ഘട്ടങ്ങൾ മുന്നോട്ട് കഴിയും തോറുമാണ്. ഇതൊരു മനുഷ്യനെ കൊണ്ട് പറഞ്ഞു തരാനോ, ഇതൊരു മനുഷ്യനെ കൊണ്ട് മനസ്സിലാക്കി തരാനോ, ഒരു വ്യക്തിയെ കൊണ്ട് ഇത് പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും അത് നമ്മുടെ തലയിൽ കയറണമെങ്കിൽ ഈ എക്സ്പീരിയൻസുകളിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും ഇത് റെക്കഗ്നൈസ് ചെയ്യുക, മനസ്സിലാക്കുക, എത്രത്തോളം പ്രാധാന്യം ദൈവവചനത്തിൽ ദൈവത്തിന് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു കൊച്ചുകുഞ്ഞ് എന്ന് പറയുന്നത് ജനിച്ച് 1 വയസ്സ് വരെ ഇൻഫൻസി അല്ലെങ്കിൽ ഇൻഫൻ്റാണ്, കൊച്ചു കുഞ്ഞായിട്ട് നമ്മൾ കാണുന്നു. 13 അതായത് 13-ാമത്തെ മാസം തൊട്ട് 2 വർഷം വരെ
ഒരു കൊച്ചു കുട്ടി എന്നുള്ള നിലയിലാണ് കുഞ്ഞുങ്ങളെ നമുക്കറിയാൻ പറ്റുന്നത്. 3 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ അവരെ ആദ്യ ബാല്യം അല്ലെങ്കിൽ ആദ്യത്തെ ബാല്യം ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നു. 6 തൊട്ട് 11 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ മിഡ് ചൈൽഡ്ഹുഡ്, മധ്യത്തിൽ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ നടുക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. 12 മുതൽ 18 വയസ്സ് വരെ അല്ലെങ്കിൽ 12 തൊട്ട് 18 വയസ്സ് വരെ നമുക്ക് അഡോളസെൻസ് ടൈമിൽ അല്ലെങ്കിൽ പീരീഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൗമാരപ്രായം 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്കറിയാം ഒരു 3 തൊട്ട് 4 വയസ്സ് വരെ ഈ കുഞ്ഞുങ്ങൾ പ്രീ സ്കൂളേഴ്സ് ആയിരിക്കും. പ്രീ സ്കൂളിൽ പോകുന്ന ഒരു പ്രായമാണ് 3 തൊട്ട് 4 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന പ്രായം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം 5 വയസ്സ് തൊട്ട് ഏകദേശം 17 വയസ്സ് വരെയാണ് ഇവർ സ്കൂളിൽ പോകുന്ന സമയം. അതായത് ചെറിയ പ്രീ സ്കൂൾ തൊട്ട് ഒരു 12ാം ക്ലാസ് വരെയുള്ള സമയം സ്കൂളിംഗ് എന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാം, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം കോളേജ് 18 വയസ്സ് മുതൽ അവർ പിന്നെ കോളേജിലേക്ക് പോവുകയാണ്. ഈ പ്രായത്തിനെക്കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർണായകരമാണ് ഈ പ്രായങ്ങളെല്ലാം തന്നെ. ആദ്യത്തെ ഒരു 3 വയസ്സ് വരെ വളരെ നിർണായകമാണ് അവരുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് പാരൻറ്റിംഗ് ആണ്. പാരൻറ്റിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സദൃശ്യവാക്യം 22:6 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയില്ല. എന്നോട് കൂടെ ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പറയാമോ? ബാലൻ നടക്കേണ്ടുന്ന വഴിയെ അവനെ അഭ്യസിപ്പിക്കുക, അത് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അതായത് ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ ഷെയ്പ്പ് ചെയ്യുന്ന ഒരു സമയമാണ് അവൻ്റെ ബാല്യം എന്ന് പറയുന്നത്. അവൻ്റെ ഫ്യൂച്ചറിനെ ഷെയ്പ്പ് ചെയ്യേണ്ടുന്ന സമയമാണ് അവൻ്റെ ബാല്യം. ഈ ബാല്യത്തിൽ ആരാണ് ഷെയ്പ്പ് ചെയ്യേണ്ടത്? പാരൻസാണ്. അതിനുവേണ്ടി പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശം നമ്മളെ ഓരോരുത്തരെയും പരമേൽപ്പിച്ചിരിക്കുന്നതാണ്. നമുക്ക് ബൈബിളിൽ അറിയാവുന്ന ഒരാളുണ്ട്, ഹന്ന. ഹന്നയുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹന്ന ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു പൊന്നോമന പുത്രനാണ് ശമൂവേൽ എന്ന് പറയുന്ന ആൾ. ഈ ശമൂവേലിന് അവിടെ ആ 2-ാം അധ്യായം 1 ശമൂവേൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി നിന്ദകളും ഒത്തിരി വിഷമങ്ങളും സഹിച്ച് കർത്താവ് പ്രാർത്ഥന കേട്ടുകൊടുത്ത ഒരു പുത്രനാണ് ശമൂവേൽ. എന്നാൽ ഈ ശമൂവേലിനെ എവിടെ എത്തിക്കണം എന്നുള്ള കാര്യം അമ്മ നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, എനിക്കൊരു കുഞ്ഞിനെ അങ്ങ് തന്നാൽ ആ കുഞ്ഞിനെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം കുഞ്ഞില്ലാതിരിക്കുമ്പോൾ തന്നെ ഹന്ന എടുത്തിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കുഞ്ഞുണ്ടായി, അവൻ്റെ പാലുകുടിയെല്ലാം മാറിയ സമയത്ത് ആലയത്തിൽ പുരോഹിതൻ്റെ അടുത്ത്, ഏലി പുരോഹിതൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കാനായിട്ടിടയായി. അപ്പം ഏലി പുരോഹിതനോട് പറയുന്നൊരു കാര്യമുണ്ട്, മുമ്പ് ഞാൻ ചർച്ചിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞ അല്ലെങ്കിൽ അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനനുസരിച്ച് അങ്ങ് അനുഗ്രഹിച്ചതിനനുസരിച്ച് എനിക്കൊരു ആൺപൈതലിനെ ലഭിച്ചു. ആൺപൈതലിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യാൻ ചെറുബാല്യത്തിൽ തന്നെ ശമൂവേലിനെ ചർച്ചിലേക്ക് കൊണ്ടുപോയി ആലയത്തിലേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന ഒരു മാതാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ വർഷവും എപ്പോഴും ഈ അമ്മ ഈ ശമൂവേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ശമൂവേൽ എന്തായി തീരണമെന്ന് മുന്നേ മനസ്സിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച് എല്ലാ പ്ലാനും അറ്റ്ലീസ്റ്റ് കുറച്ച് പ്ലാനെങ്കിലും മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹന്ന. നമ്മൾ ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അനുഗ്രഹത്തിൻ്റെ വഴികൾ പറയുമ്പോൾ തന്നെ ആ അമ്മ എന്താണ് ചിന്തിച്ചതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായിട്ടെടുത്ത ആ ഒരു തീരുമാനമുണ്ട്. അതിലൂടെയാണ് അമ്മ എന്നുള്ള ആ കോൺസെപ്റ്റിനെ വളരെ വലിയ നിലയിലേക്ക് നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചേ? ദൈവത്തിൻ്റെ ഒരു ദാസനായി തീരാൻ തൻ്റെ മകനെ നേരത്തെ തന്നെ സമർപ്പിക്കുന്ന ഒരു മാതാവ്. തീർച്ചയായിട്ടും ഈ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്, കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ വലുതാണ്. അത് നമ്മുടെ ചർച്ചിലാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ ഹന്ന എടുത്ത തീരുമാനം
എന്തായിരുന്നു? പൈതലിനെ കൊണ്ടുപോയി ചർച്ചിൽ ഏൽപ്പിക്കുക, അവിടെ ശുശ്രൂഷകൾ പഠിക്കുക, ഏലി പുരോഹിതനെ ശുശ്രൂഷയിൽ സഹായിക്കുക. തുടർന്ന് അദ്ദേഹം ആ ചർച്ചിൽ വളരുന്നതിനനുസരിച്ച് ആ സമൂഹത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിക്കുന്ന ഒരു വ്യക്തിയായി തീരുകയാണ് ശമൂവേൽ ഇവിടെ. അതുമാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് മുഴുവനും പുരോഹിതനായി നിൽക്കുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുക്കുന്ന ഒരാളായി മാറുകയാണ് പിന്നത്തേതിൽ. ഇത് ഘട്ടം ഘട്ടമായി എന്ന് ചിന്തിച്ച് നോക്കിയ ചർച്ചിനെ, സമൂഹത്തിനെ, ആ ഒരു വലിയ കമ്മ്യൂണിറ്റിയെ മുഴുവനും ലീഡ് ചെയ്യുന്ന ഒരു ലീഡറായി തീരുകയാണ് ഇവിടെ ശമൂവേൽ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് കുഞ്ഞ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ സ്റ്റെഫി എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്കൊരു പൈതലിനെ തരികയാണെങ്കിൽ. ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിച്ചു, അങ്ങ് ഞങ്ങൾക്കൊരു ആദ്യം പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ അങ്ങ് തരണം. അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ചു, ഒരാൺകുഞ്ഞാണെങ്കിൽ അവനൊരു ശമൂവേലായി തീരണം. ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന പുത്രനായി തീരുക, അല്ലെങ്കിൽ പൊന്നോമന കുഞ്ഞായി തീരുക എന്നുള്ളതിനേക്കാൾ ദൈവത്തെ സേവിക്കുന്ന വൈറ്റലായിട്ടുള്ള റോളുകൾ എടുക്കുന്ന ഒരു പൈതലായിരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പെൺകുഞ്ഞാണെങ്കിൽ ഒരു എസ്തേറിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല ലീഡേഴ്സ്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശക്തരായി നിൽക്കുന്നവരെ കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതല്ലേ ഒരു ഫാമിലി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അപ്പോൾ ആ ദൗത്യം മനസ്സിൽ മുന്നേ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു കാര്യം, ഞങ്ങൾക്കൊരു എസ്തേറിനെ തന്നാൽ, ആ എസ്തേർ എന്നുദ്ദേശിച്ചത് സഭയെ, ജനത്തെ ലീഡ് ചെയ്യുന്ന, എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ കിട്ടിയ അവസരം കർത്താവിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പൈതലായി തീരണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അല്ല, ഒരു ശമൂവേലാണെങ്കിൽ ഒരു വലിയ സമൂഹത്തെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇത് മുന്നേ ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി തന്നു. ഞങ്ങൾ കർത്താവിനെ ഒത്തിരി സ്തുതിക്കാനായിട്ടിടയായ ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. ദൈവം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള കൃപ തരും. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ പാരൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ എങ്ങും തന്നെ സംസാരിച്ചിരുന്നില്ല. ഏകദേശം 16 വർഷമായി ഞാൻ കുഞ്ഞുങ്ങളിടയിൽ ശുശ്രൂഷകൾക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഈ പാരൻറ്റിങ്ങിലേക്ക് വന്നിട്ട് വളരെ ചുരുക്കം ചില വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ സമയങ്ങളെല്ലാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടും. കഴിഞ്ഞ ദിവസവും ഞാൻ എന്തോ പെട്ടെന്ന് നമ്മളൊരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. എന്നിട്ട് പെട്ടെന്ന് ചിന്തിച്ചു, ഞാനിത് ആരോടാണ് പറയുന്നത്? ഈ 2 വയസ്സുള്ള കുഞ്ഞിനോടാണോ ഞാൻ ഇത് പറയാനായിട്ട് പോകുന്നത്? അവൾക്ക് എന്ത് മനസ്സിലാവും? ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കൃപയില്ലാതെ ഒരു ചൂട് പോലും മുന്നോട്ട് വയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അങ്ങയുടെ കൃപയില്ലാതെ എനിക്ക് കുഞ്ഞിനെ വളർത്താനായിട്ട് പറ്റില്ല. ഞങ്ങളെപ്പോഴും രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച്, ഞങ്ങൾക്ക് അധികം സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റ് സമയങ്ങൾ വേർതിരിക്കാനില്ലാത്തതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് ചെയ്യുന്നൊരു പ്രാർത്ഥന, അവളുടെ തലയിൽ കൈവച്ച് അവളെ അനുഗ്രഹിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങളുടെ മേത്ത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, എല്ലാ ദിവസവും നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. ആ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ രക്തത്തിൽ മുദ്രയിടണം. ഇത് നമ്മളെ പാരൻറ്റിങ്ങിൽ വളരെ നമ്മളെ സഹായിക്കും. കർത്താവിനല്ലാതെ വേറെ ആർക്കും നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കത്തില്ല. മനുഷ്യർക്ക് പല കാര്യങ്ങളാണ്, മനുഷ്യരുടെ ഓരോരുത്തരുടെയും ലൈഫ് എക്സ്പീരിയൻസ് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ അല്ലല്ലോ. ദൈവം നമ്മുടെ അവസ്ഥകളെ അറിയുന്നത് കർത്താവ് മാത്രമാണ്. അതിനനുസരിച്ച് കർത്താവ് നമ്മളെ ബിൽഡ് ചെയ്യും, നമുക്കതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പാരൻറ്റിങ്ങിൻ്റെ ഒരു തെറ്റായൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായത് നമുക്ക് ബൈബിളിൽ ലോത്തിൻ്റെ ഫാമിലിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛകരമായിട്ട് ജീവിക്കാനും അതിനുള്ള അന്തരീക്ഷം ഒരുക്കിയിരുന്നൊരു കുടുംബമായിരുന്നു ലോത്തിൻ്റെ കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പെട്ടെന്ന് ചുരുങ്ങിയ ചില വാക്കുകളിൽ പിതാക്കന്മാരെക്കുറിച്ചും മാതാക്കന്മാരെക്കുറിച്ചും പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു, 1 തിമോത്തിയോസ് 3:4-5 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിതാവ് ഹെഡ് ഓഫ് ദി ഹൗസ് ആണ്, പ്രൊവൈഡറാണ്, ഇൻസ്ട്രക്ടറാണ്, സ്നേഹിക്കുന്ന ആളാണ്, ഡിസിപ്ലിൻ ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് പല നിലയിൽ കാണാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളത്
ഇത് പ്രധാനപ്പെട്ട ഒരു 4 കാര്യമാണ്. ഒന്ന്, ബൈ വേർഡ്സ്, പറയുന്നതിലൂടെ നമുക്ക് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 2, എക്സാമ്പിൾസ് കാണിക്കുന്നതിലൂടെ, എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. 3, ഈ തോട്ട് ആപ്ലിക്കേഷൻ, അതായത് ചിന്തകൾ അപ്ലൈ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 4, ഈ 3 കാര്യം റിപ്പീറ്റ് ചെയ്യുക. ഒന്ന്, ബൈ വേർഡ്സ് അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക. ബൈ എക്സാമ്പിൾ അവരെ കാണിച്ചു കൊടുക്കുക. അവരെ ചിന്തിക്കാനായിട്ട് അവസരങ്ങൾ നൽകുക. ഈ 3 കാര്യം റിപ്പീറ്റ് ചെയ്യുക. ഈ റിപ്പീറ്റേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെയ്തു ക്ഷീണിച്ചു അങ്ങനെയല്ല, ഇത് റിപ്പീറ്റ് ചെയ്യുക. പ്രിയപ്പെട്ട പിതാക്കന്മാരെ, അവരെ സ്നേഹിക്കുമ്പോഴും അവരെ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴും അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുമ്പോഴും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവരെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യാതിരിക്കുക. ഒരു കാരണവശാലും ഡിസ്കറേജ് ചെയ്യാതിരിക്കുക. അവരെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താക്കി വെച്ചേച്ച് അവിടുന്ന് അവരെ ഇട്ടേച്ച് പോകാതിരിക്കുക. അവരെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. ഹാർഷ്യലി അവരോട് സംസാരിക്കാതിരിക്കുക. ദേഷ്യം വരുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ വികാരങ്ങൾ, കോപമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പെട്ടെന്നുള്ള വികാരങ്ങൾ കുഞ്ഞുങ്ങളുടെ മേലാണ് നമ്മൾ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കാറ്. അത് തെറ്റായിട്ട് ബാധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ അല്പം ഒച്ചയൊക്കെ എടുത്ത് സംസാരിക്കുന്ന സമയം ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന സമയം ഞങ്ങൾ ആ ഒച്ചയൊക്കെ ഇങ്ങനെ കുറയ്ക്കാറുണ്ട്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്. ഞങ്ങൾ വല്ലാതെ ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, ദേഷ്യം എന്നുള്ളതല്ല, കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കാം. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ എപ്പോഴും പാരൻസിൻ്റെ മുഖത്തേക്കാണ്. ഇപ്പം ഞാൻ പിതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞെങ്കിലും അടുത്തത് മാതാക്കളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മാതാവ് എന്താ ചെയ്യുന്നത്? മാനേജ് ദ ഹൗസ്, ലവ് ആൻഡ് ടീച്ച്, ഇൻഫ്ലുവൻസ് ആൻഡ് അതോറിറ്റി. എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിത്വമാണ് അവരുടെ അമ്മ എന്ന് പറയുന്നത്. അവരെ സ്നേഹിക്കാനും കരുതാനും അവരെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതായത് ഇവിടെ പറയുന്നത് ഒരു പർട്ടിക്കുലറായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിതാവും മാതാവും എന്നുള്ള കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. ഈക്വലി ഈ 2 കാര്യങ്ങളും ഈക്വലി റെസ്പോൺസിബിളാണ് പാരൻസ് എന്നുള്ളത്. ഇന്ന കാര്യങ്ങൾ പിതാവും ഇന്ന കാര്യങ്ങൾ മാതാവും. അങ്ങനെയുള്ള ഒരു ആശയം ദൈവത്തിൻ്റെ വചനം വയ്ക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം വയ്ക്കുന്നത് ഈക്വലി അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ്. തിമോത്തിയോസിൻ്റെ ഒരു കാര്യം നമുക്കറിയാം. പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിൻ്റെ വല്യമ്മ ലോവീസിലും നിൻ്റെ അമ്മ യൂനിക്കയിലും കണ്ട വിശ്വാസം ഞാൻ നിന്നിലും കാണുന്നു എന്ന് പൗലോസ് പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം. അതായത് വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവാം, പാരൻസ് ഉണ്ടാവാം. ഇവരിലൊക്കെയുള്ള ക്വാളിറ്റീസും പാരൻറ്റിങ്ങും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ടും ലഭിക്കപ്പെടും. ഇത് കൃത്യമായി ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. സദൃശ്യവാക്യം 1:8 നമുക്ക് കാണാൻ സാധിക്കുന്നു. അമ്മയുടെ ഉപദേശം മറക്കാതിരിക്കുക എന്നുള്ളത്. അപ്പയുടെ പ്രബോധനം കേൾക്കണം എന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറൊരു കാര്യം, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ആമേൻ. സദൃശ്യവാക്യം 29:15 പറയുന്നതാണ്, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ഒരു കാരണവശാലും മാതാപിതാക്കൾക്ക് ലജ്ജ വരുത്തുന്ന ഒരു സിറ്റുവേഷൻ കുഞ്ഞുങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടുന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. പ്രധാനമായിട്ടും മാതാവിനെയും പിതാവിനെയും കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴും 2 പേരെക്കുറിച്ച് കർത്താവ് എന്താണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരേപോലെയാണ് ഇമ്പോർട്ടൻസ്. ദൈവമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ദൈവത്തെ മുൻനിർത്തി വേണം കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട്. മറ്റെന്തിനേക്കാളും വലുതായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മറ്റൊരു കാര്യം മറക്കരുത്, നമ്മളൊരു കുഞ്ഞിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ഒരാത്മാവിനെ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഇൻ ഫ്യൂച്ചർ ഈ ആത്മാവ് എവിടെ പോകണമെന്നുള്ള കാര്യം നിശ്ചയിക്കേണ്ടത് അവരവർ തന്നെയാണെങ്കിലും അവരെ ചെറുപ്രായത്തിൽ തന്നെ ബിൽഡ് ചെയ്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് മാത്രമാണ്.
അതുകൊണ്ട് ഈക്വലി ഫാദർ ആൻഡ് മദർ റെസ്പോൺസിബിളാണ് പാരൻറ്റിങ്ങിൽ. ഇനി കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ പ്രോപ്പറായിട്ട് നിലകൊള്ളുക, വ്യക്തിത്വമുള്ളവരായി നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. റെസ്പെക്റ്റ്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അധ്യാപകരെയും റെസ്പെക്റ്റ് ചെയ്യുന്നതിലുമൊക്കെ മുൻപന്തിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അതായത് ഒബേ യുവർ പാരൻസ്. എഫേസ്യർ 6:1 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. കർത്താവിൻ്റെ കൽപ്പനയാണ് കുഞ്ഞുങ്ങളോടുള്ള കൽപ്പന. അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്നെല്ലാ വഴികളിലും എല്ലാ സാഹചര്യങ്ങളിലും പാരൻസിനെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഉദാഹരണമായിട്ട് കർത്താവിനെ തന്നെ നമുക്കെടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:51 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, യേശു തൻ്റെ മാതാപിതാക്കൾക്ക് അനുസരണയുള്ളവനായിരുന്നു, കീഴ്പ്പെട്ടിരുന്നവനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ആദരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും മാതാപിതാക്കളെ ആദരിക്കുന്നവരായി തീരട്ടെ. എങ്ങനെയാണ് ആദരിക്കാൻ കഴിയുക? ഒന്ന്, അനുസരിക്കുന്നതിലൂടെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്. 2, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ബൈ ലിസണിങ്. അവരെ ആദരിക്കുന്നത് എങ്ങനെയാണ്? ലിസണിങ്ങിലൂടെ. 3, ബൈ ബിഹേവിങ് ആൻഡ് റെസ്പെക്റ്റിങ്. ഉള്ള പെരുമാറ്റം, നമ്മുടെ പെരുമാറ്റം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലിറ്ററലി എന്താണ് ഈ ചെറുപ്രായത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്, അതാണ് പ്രായം ചെല്ലുമ്പോൾ അവരിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവം ചിലപ്പം ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താണത് അർത്ഥമാക്കുന്നത്? നമുക്ക് വീട്ടിലെ പഞ്ഞം എന്താണെന്ന് കാണുമെന്നുള്ളതാണോ? എന്താണോ അവന് കുറവ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവൻ്റെ പ്രശ്നം എന്നുള്ളത് അവനെ നോക്കിയാൽ അവൻ്റെ വീട്ടിൽ അവൻ എന്താണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ പാരൻസ് ആരാണ്, അവരെങ്ങനെയുള്ളവരാണ് എന്നുള്ള, അവരെങ്ങനെയാണ് നമ്മളെ റേസ് ചെയ്ത് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിൽ അത് കാണിച്ചു കൊടുക്കുക, റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 5-മത്തെ കാര്യം, പ്രായമാകുന്ന സമയത്ത് മാതാപിതാക്കളെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ കണ്ടു വളർന്നാൽ മാത്രമേ പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, പരിചരിക്കുന്ന കുഞ്ഞുങ്ങളായി അവർ തീരത്തുള്ളൂ. ഇമോഷൻസിനേക്കാളുമൊക്കെ അവർ പഠിച്ച കാര്യങ്ങൾ, അവരോട് ചെയ്ത കാര്യങ്ങൾ, അവരെ റേസ് ചെയ്ത കാര്യങ്ങളായിരിക്കും അവരുടെ തലയിൽ എപ്പോഴും വരിക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കുഞ്ഞുങ്ങളാണ്. ഇവിടെ പ്രായമുള്ള 85 വയസ്സുള്ള അപ്പച്ചന്മാർ തൊട്ട്, അല്ലെങ്കിൽ 90 വയസ്സുള്ള അപ്പച്ചന്മാർ തൊട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കൾ വരെ ഇവിടെ ഉണ്ട്, നമ്മുടെ സഭയിലുണ്ട്. നമ്മളെല്ലാവരും മക്കളാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ മക്കളാണ്. ഇതെല്ലാവർക്കും അനുസരിക്കാൻ പറ്റിയ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില പോയിൻറ്റ്സ് നിങ്ങളുടെ മുന്നിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ചില സ്ട്രഗിൾസ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ്. ഫസ്റ്റ് വൺ ഈസ് കമ്മിറ്റഡ് ക്രിസ്ത്യൻസ്, സെക്കൻഡ് വൺ ഈസ് നോമിനൽ ക്രിസ്ത്യൻസ്. നാമധാരികളായിട്ടുള്ള ക്രിസ്ത്യാനികളും സമർപ്പിതരായിട്ടുള്ള ക്രിസ്ത്യാനികളും. ഞാൻ ഇനി സമർപ്പിതരായിട്ടുള്ള, ഇനി നാമധാരികൾ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യനാണെന്ന് തോന്നും. പക്ഷേ ക്രിസ്ത്യൻസ് ആയിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബിഹേവിയേഴ്സോ ആട്രിബ്യൂട്ട്സോ ഒന്നും ഉള്ളവരായിരിക്കത്തില്ല. എന്നാൽ കമ്മിറ്റഡ് ക്രിസ്ത്യൻസ് ഇച്ചിരും കൂടെ അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ഇനി പറയുന്ന കണക്കുകൾ, കഴിഞ്ഞിടയിൽ നടന്ന ഒരു സർവേക്ക് ഏകദേശം 8394 പേരുടെ ഇടയിൽ നടന്ന ഒരു സർവേയുടെ റിപ്പോർട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസിൽ 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന കുറച്ച് പ്രയാസങ്ങൾ. ഏകദേശം 35% കുഞ്ഞുങ്ങൾ ഡിപ്രഷൻ നേരിടുന്നുണ്ട്. 51% കുഞ്ഞുങ്ങൾ, അതായത് 10 വയസ്സിനും 19 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ ഹൈ ആൻസൈറ്റി നേരിടുന്ന കുഞ്ഞുങ്ങളാണ്. 15% കുഞ്ഞുങ്ങൾ ആത്മഹത്യാ ചിന്തകളുള്ള കുഞ്ഞുങ്ങളാണ്. 15% കുഞ്ഞുങ്ങളിൽ സർവേ നടത്തിയപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ചിന്തകളുള്ള കുഞ്ഞുങ്ങളാണ്. അതിൽ 3% ഈ കമ്മിറ്റഡ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികൾ, 10 തൊട്ട് 19 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, അവർ
സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 12% കുഞ്ഞുങ്ങൾ സെയിം സെക്സ് അട്രാക്ഷൻ ഉള്ളവരാണ്. സെയിം സെക്സ് അട്രാക്ഷനുള്ള കുഞ്ഞുങ്ങളായിട്ട് സർവേയിൽ കാണാനായിട്ട് സാധിച്ചു. 6% കുഞ്ഞുങ്ങൾ ജെൻഡർ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ നേരിടുന്നവരാണ്. ഇൻക്രീസിങ് ഓഫ് പോണോഗ്രഫി. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ, ഈ കോവിഡിന് ശേഷം വളരെ ശക്തമാണ് പോണോഗ്രഫി കുഞ്ഞുങ്ങൾ കാണുന്നത്. അവരുടെ പ്രായത്തിന് മുന്നേ തന്നെ അവർ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഞാൻ ഈ കണക്കുകൾ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും വളരെ സ്പെസിഫിക്കും സിസ്റ്റമാറ്റിക്കും ആകേണ്ടവരാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അപ്ഡേറ്റ് ആകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന സ്ട്രഗിൾ ചെറിയ സ്ട്രഗിൾ അല്ല. അവർ നമ്മുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. അവരുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ഓരോ പ്രയാസങ്ങൾ ഇന്നത്തെ AI ലോകം അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ആഴ്ച മുമ്പ് US ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്യാനായിട്ടിടയായി. അതിന് കാരണം അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനോട് നോ പറഞ്ഞതാണ്. ഗേൾ ഫ്രണ്ട് അവനെ പ്രചോദിപ്പിച്ചു, നീ പോയി ഇനി ചത്ത് കളഞ്ഞോ. ആരാന്നറിയോ ഈ ഗേൾ ഫ്രണ്ട്? AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന ഒരാളാണ്. ഈ AI ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി, നമുക്കറിയാം അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. US ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി അവൻ സ്ഥിരമായി ചാറ്റ് ചെയ്യുമായിരുന്നു. ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന്, മുന്നിൽ ഒരു വ്യക്തിയുണ്ട് എന്ന് ആർട്ടിഫിഷ്യലി ഒരു സഹായത്തോട്, ടെക്നോളജിയുടെ സഹായത്തോട്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടെ ചാറ്റ് ചെയ്യുകയാണ്. അവൻ വിചാരിക്കുന്നത് അവൻ്റെ ഫീലിങ്സും അവൻ്റെ പ്രശ്നങ്ങളും എല്ലാം അവൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയോടാണ്. പക്ഷേ ശരിക്കും ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ കൊണ്ട് ചെയ്ത ഒരു ചാറ്റ് ബോട്ടാണ്. ക്യാരക്ടർ AI എന്നാണ് ആ ചാറ്റ് ബോട്ടിൻ്റെ നിർമ്മാതാക്കൾ അതിൻ്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ AI. അതായത് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിനോടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഒരു വ്യക്തി നമ്മുടെ ഫ്രണ്ടിലുണ്ട് എന്നുള്ള ഒരു ഫീൽ നമുക്ക് തരികയും ചെയ്യും. നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുന്നു, നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നു. മനുഷ്യനല്ല. അങ്ങനെ പറഞ്ഞ് അവസാനം കുറേ മാസങ്ങളായി ഇവർ പല രീതിയിൽ, വളരെ മോശമായ രീതിയിലുമൊക്കെ ആ കുഞ്ഞ് പോകാൻ പറ്റത്തില്ലാത്ത നിലയിലൊക്കെ എന്നോട് ചാറ്റൊക്കെ ചെയ്തു. അവസാനം ആ ചാറ്റ് ബോട്ട് നിർദ്ദേശിച്ചത് പോയി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. അവൻ എന്താ ചെയ്യുന്നതെന്നറിയാം? അവിടെയൊക്കെ നമുക്ക് ഈ US ഗൺസ് അല്ലെങ്കിൽ തോക്കുകളൊക്കെ ഉപയോഗിക്കാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അവൻ്റെ അപ്പൻ്റെ തോക്കെടുത്ത് സ്വയമായി ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ് ഇടയായി. അതിനുശേഷം അവൻ്റെ കമ്പ്യൂട്ടറൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് AIയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകല്ല. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ? യേശുവിൻ്റെ മാതാവും പിതാവും ആലയത്തിലേക്ക് പോയി 3 ദിവസം ദൂരമുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് യേശുവിനെ മിസ് ചെയ്യുന്നൊരു കാര്യം, അവരുടെ യാത്രാമധ്യേ യേശു ഇല്ലാതെ വരുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ആദ്യം അവർ വിചാരിച്ചു എവിടെയെങ്കിലും ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും കാണും. അടുത്ത കുറച്ചിങ്ങനെ ബന്ധുക്കളോടുമൊക്കെ അന്വേഷിച്ചു. കൂടെ പോയവരോട് ഞങ്ങൾ യേശുവിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് യേശു അവരുടെ കൂടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം 3 ദിവസത്തിന് ശേഷമാണ്. ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ മോനുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു പാരൻസ്. 3 ദിവസത്തിന് ശേഷമാണ് കൺഫേം ചെയ്തത് യേശു അവരുടെ കൂടെയില്ല. അവർ തിരിച്ച് ഓടിച്ചെന്നു നോക്കിയപ്പം ദേവാലയത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ പ്രധാനപ്പെട്ട വ്യക്തികളോട് തർക്കിച്ചും വാദിച്ചും സംസാരിച്ചും ദൈവത്തിൻ്റെ ജ്ഞാനമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിനറിയായിരുന്നു യേശു എവിടെ നിന്ന് വന്നിട്ടുള്ള ആളാണ്, യേശുവിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു എന്ന് യേശുവിനറിയാമായിരുന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒന്ന് ശ്രദ്ധിച്ചേ, മാതാപിതാക്കളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ എവിടെയാണ്? അവർ നമ്മളോടൊപ്പം ഉണ്ടോ?
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചിന്തിച്ച് അവരെവിടെയാണ്? അവർ ചിലരെ ഇവിടെ ഉള്ളവരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ചിലപ്പം കാണും, പ്രസൻസിൽ അവരിവിടെ ഉണ്ടാവും, ശരിക്കും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ അതോ അതുവരെ ദൂരെയാണോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വിലപ്പെട്ട ഒരു കാര്യമാണ്. ഈ അന്ധകാരം പിടിച്ച ലോകത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പാരൻസിൻ്റെ കാര്യങ്ങൾ, പാരൻറ്റിങ് കൃത്യമായി മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് ജ്ഞാനം അപേക്ഷിച്ച് കർത്താവിൻ്റെ മക്കളായി അവരെ കർത്താവിന് കൊടുക്കുക, ദൈവത്തിൻ്റെ മക്കളാക്കി അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ള വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ പത്രത്തിൽ വന്ന ഒരു കാര്യം, 3 വയസ്സുകാരൻ, അവനെ ഭക്ഷണം അല്ലെങ്കിൽ അവന് മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകും. വയലൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെ കടിച്ചു പറിക്കും, കൈ കിട്ടുന്ന എറിയും, വളരെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ആ കുഞ്ഞിനെ കൊണ്ടു ചെല്ലുന്ന സമയം ഡോക്ടർ പരിശോധിച്ചു, പീഡിയാട്രിക്ക് ചെന്നു, സ്പെഷ്യലായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ലാസ്റ്റ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മോൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവന് മൊബൈൽ വേണം. മൊബൈലിൽ ഞങ്ങൾ ഫുഡ് വ്ളോഗ്സ് കാണിക്കുമായിരുന്നു, ഭക്ഷണത്തെക്കുറിച്ചുള്ള വ്ളോഗ്സ് കാണിക്കുമായിരുന്നു. ഇത് കാണിച്ചാണ് ഇവനെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ 3 വയസ്സുകാരൻ്റെ ചിന്തയും 3 വയസ്സുകാരൻ്റെ ആക്രമണ ശൈലികളുമൊക്കെ എത്രത്തോളമാണ് ഇന്നത്തെ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് കൊണ്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രയാസങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാനും ഇടപെടാനും സ്നേഹിക്കാനും ഇമോഷൻസിനെ മനസ്സിലാക്കാനും ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രായമുള്ളവരെ സംബന്ധിച്ച് ഇനി അപ്ഡേറ്റായി വരിക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടൊരു കാര്യമാണ്. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയാവട്ടെ, സാധിക്കട്ടെ. വളരെ ചലഞ്ചസാണ് നേരിട്ടുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന, അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്, അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. കാരണം ആ ഒരു പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും കുഞ്ഞുങ്ങളില്ലാത്ത സ്ഥലങ്ങളില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നേടുക, നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം വളരെ വലുതാണ്.